ഇത് മഞ്ജു, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലെ ചെമ്പരത്തി വിളയിൽ ഡോംസ് ബ്യൂട്ടി സോപ്പ് എന്ന പേരിൽ ഇതുപോലുള്ള സോപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ലഘു സംരംഭം നടത്തുകയാണ് ഈ മഞ്ജു എന്ന പെൺകുട്ടി. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. എന്തൊക്കെയാണ് മാഡം ഈ ഡോംസ് ബ്യൂട്ടി സോപ്പിൽ ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത്? ഇപ്പൊ 5 ഫ്ലേവറാണ് സോപ്പ്, ഡോംസ് ബ്യൂട്ടി സോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന് ചാർക്കോള്, അത് പ്യുവർ പൗഡറിൽ, ചാർക്കോൾ പൗഡറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചാർക്കോളാണ്, ഒറിജിനൽ ചാർക്കോളാണ്. ചട്ടക്കരിയില് ഞങ്ങൾ സ്വന്തമായിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അലോവേര സോപ്പ്, അത് അലോവേര ജെല്ലി വെച്ചിട്ട് അല്ല, ഇത് റോസ് ആണ്. റോസ് സോപ്പ്, അലോവേര സോപ്പ് 5 വെറൈറ്റി സോപ്പുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അലോവേര സ്വന്തമായി കൃഷി ചെയ്ത് എടുത്താണ് ഉപയോഗിക്കുന്നത്. ഒറിജിനൽ ഫ്ലേവറുകളിലാണ് ഈ സോപ്പുകൾ നിർമ്മിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. മെഷീനറികൾ ഉപയോഗിക്കാതെ തികച്ചും കൈകൊണ്ട് ചെയ്യുന്ന ഈ സോപ്പുകൾക്ക് ഏറെ ഔഷധ മൂല്യമുണ്ട്. ആരോഗ്യ സോപ്പുകളുടെ നിർമ്മാണം വളരെ സാധ്യതയുള്ള ഒരു വ്യവസായമാണ്. ചാർക്കോൾ, അലോവേര, ലാവൻഡർ, റോസ്, ലെമൺ എന്നിങ്ങനെ 5 വെറൈറ്റികളിൽ ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്നു. ഒരു മികച്ച സ്വയം തൊഴിൽ സംരംഭവും വരുമാനവും എന്ന നിലയിലാണ് മഞ്ജു ഈ സംരംഭം തുടങ്ങുന്നത്. സാധാരണ സോപ്പുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ചു വരുന്ന അസംസ്കൃത വസ്തുവായ കാസ്റ്റിക് സോഡ ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്ന ഒരു പ്രത്യേകതയുണ്ട്. പകരം സോപ്പ് ബേസ് ഉപയോഗിച്ചാണ് ഇവിടെ സോപ്പുകൾ നിർമ്മിക്കുന്നത്. റോസ് വാട്ടർ, ചാർക്കോൾ പൗഡർ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, കളറുകൾ, പെർഫ്യൂമുകൾ എന്നിവയാണ് ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുക്കൾ. എല്ലാം നാച്ചുറലായി ചെയ്യുന്നു എന്നുള്ളതാണ്. അലോവേര സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്ത് ഇതിനുവേണ്ടി ഉപയോഗിച്ചു വരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സ്വന്തമായി സോപ്പ് നിർമ്മിച്ചുകൊണ്ടാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരേ ഒരാൾ മാത്രം, മഞ്ജു മാത്രമാണ് അന്ന് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ സ്ഥാപനത്തിൽ 5 തൊഴിലാളികളുണ്ട്. എല്ലാം സ്ത്രീ തൊഴിലാളികൾ തന്നെയാണ്. വിപണിയിൽ ആവശ്യക്കാർ കൂടിയപ്പോൾ കൂടുതൽ തൊഴിലാളികളെ വച്ചതാണ്. എല്ലാം അയൽവക്കത്തുള്ള സ്ത്രീ തൊഴിലാളികളാണ്. സ്വന്തം സ്ഥലത്താണ് ഷോറൂം. ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. നാനോ പദ്ധതി പ്രകാരം 7 ലക്ഷം രൂപയാണ് വായ്പയായി എടുത്തത്. ഈ പദ്ധതി പ്രകാരം 10 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്ക് വായ്പയും 40% സബ്സിഡിയും 40% ബാങ്ക് വായ്പയും 20% സംരംഭകന്റെ വിഹിതവുമാണ്. ആ പദ്ധതി പ്രകാരം വായ്പയെടുത്താണ് സംരംഭം തുടങ്ങിയത്. ഇതിന്റെ വിൽപ്പന വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രീമിയം ഷോപ്പുകൾ വഴിയാണ് ഇതിന്റെ പ്രധാന വിൽപ്പനകൾ നടക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ലേഡി സ്റ്റോഴ്സുകൾ എന്നിവ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റുവരുന്നുണ്ട്. വിതരണക്കാർ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ SS ഏജൻസി ഇപ്രകാരം വിതരണം നടത്തി വരുന്നുണ്ട്. വില അല്പം കൂടുതലായതിനാൽ സാധാരണ ചെറിയ ഷോപ്പുകൾ വഴി ഇത് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ഒരിക്കൽ വാങ്ങുന്ന ഒരാൾ തുടർന്നും ഇത് വാങ്ങുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ അട്രാക്ഷൻ. 120 ഗ്രാം സോപ്പാണ് നിർമ്മിക്കുന്നത്. 120 രൂപ മുതൽ 165 രൂപ വരെയാണ് വില വരുന്നത്. പക്ഷേ അതൊരിക്കലും ഒരു നഷ്ടം ആവുകയില്ല. കാരണം എന്തെന്നാൽ വേഗം അലിഞ്ഞു തീരുകയില്ല, ഏറെ നാൾ ഈ സോപ്പ് ഉപയോഗിക്കാമെന്നുള്ളതും കൂടുതൽ സമയം സുഗന്ധം നിലനിൽക്കും എന്നുള്ളതും നന്നായി അഴുക്കിനെ നീക്കം ചെയ്യും എന്നുള്ളതും ശരീരം തികച്ചും റീഫ്രഷ് ആക്കാൻ സഹായിക്കുന്നു എന്നുള്ളതും ഇതിന്റെ എടുത്തു പറയാവുന്ന പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നൽകുന്ന പണത്തിന് ഉയർന്ന മൂല്യം ലഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ക്രെഡിറ്റ് നൽകേണ്ടി വരുന്നു കച്ചവടത്തിൽ എന്നുള്ളതാണ് ഇത് നേരിടുന്ന വലിയ ഒരു വെല്ലുവിളി. ഇത്തരം സംരംഭങ്ങളിൽ നിന്നും എന്ത് ലാഭമാണ് കിട്ടുക എന്ന ഒരു ചോദ്യം സംരംഭകർ ചോദിക്കും. ഇങ്ങനെ നിർമ്മിച്ച് വിൽക്കുന്ന സോപ്പിന്
30% വരെയാണ് അറ്റാദായം ലഭിച്ചു വരുന്നത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ കച്ചവടമാണ് ശരാശരി ഇപ്പോൾ നടക്കുന്നത്. മികച്ച രീതിയിൽ പരസ്യം നൽകാൻ കഴിഞ്ഞാൽ നല്ല മാർക്കറ്റ് പിടിക്കാൻ കഴിയും. ഡോംസ് എന്ന ബ്രാൻഡ് നെയിമിലാണ് ഉൽപ്പന്നം വിറ്റുവരുന്നത്. പ്രീമിയം ക്വാളിറ്റി സോപ്പുകൾക്ക് ഏറെ കയറ്റുമതി സാധ്യതകളും ഉണ്ട് എന്ന് മനസ്സിലാക്കി കയറ്റുമതി നടത്താനുള്ള ശ്രമത്തിലാണ് മഞ്ജു. ഇതിനു വേണ്ട പ്രാരംഭ ലൈസൻസുകളെല്ലാം എടുത്തു കഴിഞ്ഞു. ശ്രീലങ്ക, UAE, അവിടുത്തെ 5 രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് പ്രാരംഭമായി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പോകുന്നത്. വളരെ ലാഭകരമായി ചെയ്തു വരുന്ന ഒരു ആരോഗ്യ ബിസിനസ്സാണ് ഈ സോപ്പിന്റേത്. എല്ലാ സംരംഭകരോട് പറയാനുള്ളത്, വലിയ നിക്ഷേപമൊന്നുമില്ലാതെ നിങ്ങളുടെ വീടുകളിൽ തന്നെ ചെയ്യാവുന്ന വളരെ ചെറിയ ഒരു ബിസിനസ്സാണ് ഇത്തരം സോപ്പ് നിർമ്മാണം എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് ആരോഗ്യ സോപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, അതുപോലെ നാച്ചുറൽ സോപ്പുകൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കാൻ കഴിയും. പ്രീമിയം ക്വാളിറ്റിയിൽ എത്തിച്ചാലും ഇതിനിപ്പോൾ ധാരാളം കസ്റ്റമേഴ്സിനെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. 2 ലക്ഷം രൂപയുടെ പ്രതിമാസ കച്ചവടം നിങ്ങൾ ഒരു മാസം നേടിയെടുത്താൽ പോലും നിങ്ങൾക്കൊരു 10-60,000 രൂപയോളം മാറ്റിവെക്കാനായിട്ട് കിട്ടും. മഞ്ജു ചെയ്തു വരുന്നത് ഒരു ഉത്തമമായിട്ടുള്ള ഒരു മാതൃകയാണ്. ഏറ്റവും ക്വാളിറ്റിയുള്ള ആരോഗ്യകരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റുവരുന്നു എന്നുള്ളതാണ് മഞ്ജുവിന്റെ പ്രത്യേകത. ഇതിന് സ്ഥിരം ഏജന്റുമാരുണ്ട്, കൊണ്ടുപോയി വിൽക്കുന്നതിന് മതിയായ ഓർഡറുണ്ട്. വലിയ മിഷണറി സൗകര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ലഘു സംരംഭകർക്ക് ആശ്രയിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു മേഖലയാണ് ആയുർവേദ സോപ്പുകളുടേത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.